ഗുഡ് മോർണിംഗ്. ഇന്നൊരു ശനിയാഴ്ച ദിവസമായിരുന്നേ. ഞാൻ രാവിലെ തന്നെ എണീറ്റു. വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഉണ്ടാക്കുന്നത് കുമ്പിളപ്പമാണ്. അതായത് നമ്മൾ ചക്ക കൊണ്ടുള്ള കുമ്പിളപ്പം. ഞാൻ നാട്ടിൽ പോയപ്പോൾ ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. നല്ല പഴുത്ത വരിക്ക ചക്കയായിരുന്നു. അപ്പോൾ അത് ഞാൻ അപ്പം തന്നെ ക്ലീൻ ചെയ്ത് ഫ്രോസൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുമ്പിളപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ തേങ്ങയും ശർക്കരയും ഏലക്കയും പിന്നെ നമ്മുടെ ചക്കയാണ് എടുക്കുന്നത്. അപ്പോൾ ചക്ക ഞാൻ ചെറുതായിട്ട് അരിയും. സാധാരണയായിട്ട് കുമ്പിളപ്പം ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് പഴുത്ത ചക്ക മിക്സിയിലിട്ട് അടിച്ചിട്ട് ആ പൾപ്പ് വെച്ചിട്ട് മാവിലേക്ക് ആഡ് ചെയ്ത് അപ്പം ഉണ്ടാക്കുന്നതാണ്. പക്ഷേ എൻ്റെ വീട്ടിലുണ്ടാക്കുന്നത് കുറച്ച് വ്യത്യാസമാണ്. അതായത് പഴുത്ത ചക്ക അരിഞ്ഞിട്ട് അത് ഇഡലിത്തട്ടിലിട്ട് വേവിക്കും. ആ വേവിച്ചത് മാവുമായിട്ട് കൂട്ടി ഇളക്കിയിട്ടാണ് കുമ്പിളപ്പം ഉണ്ടാക്കുന്നത്. എനിക്ക് പേഴ്സണലി ഇങ്ങനെ ഉണ്ടാക്കുന്ന കേട്ടോ ഭയങ്കര ഇഷ്ടം. അല്ലാത്ത രീതിയിൽ ഉണ്ടാക്കുന്നതും എനിക്കിഷ്ടമാണ്. പക്ഷേ ഈ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ആ കുമ്പിളപ്പം ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് നമുക്ക് ഈ ചക്കയുടെ ചെറിയ ചെറിയ പീസസൊക്കെ നമുക്ക് കഴിക്കാൻ കിട്ടും. നല്ല ടേസ്റ്റാട്ടോ. അപ്പം ഞാനങ്ങനെ ചക്കയൊക്കെ അരിഞ്ഞിട്ട് ഇഡ്ഡലിത്തട്ടിലിട്ടിട്ട് ഞാനത് വേവിക്കാൻ വെച്ചേക്കുവാണേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം വെളിയിലൊക്കെ പോയി നിന്നു. അപ്പോൾ ആ സമയത്തേക്ക് നല്ല ചക്കയുടെ സ്മെല്ല് വരുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഇടയ്ക്ക് ഞാൻ പോയി നോക്കുകയാണ് അത് വെന്തോ ഇല്ലയോ എന്ന്. കാരണം ഇത് നന്നായിട്ട് വേവണം, എന്നാലേ നമുക്ക് മാവിലേക്ക് ഇട്ട് കുഴയ്ക്കുമ്പം അത് നല്ലൊരു കൺസിസ്റ്റൻസിയിൽ കിട്ടത്തുള്ളൂ. അപ്പം ഞാൻ സ്പൂണിട്ട് നോക്കുകയാണ് അത് വെന്തിട്ടുണ്ടോ എന്ന്. ഇനി ഇത് കുറച്ച് നേരം ആറാൻ വെക്കണം. ഇത് ആറിക്കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ തേങ്ങയും ശർക്കരയും അതുപോലെ തന്നെ ഏലക്കയും പിന്നെ അരിപ്പൊടി ഇട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മൾ കുമ്പിളപ്പം ഉണ്ടാക്കുന്നത്. ഇത് ആറണം ആദ്യം. അതാറുന്ന ആ ഒരു ഗ്യാപ്പിൽ ഞാൻ ബാൽക്കണിയിൽ ചെന്ന് കുറച്ച് നേരം തണുത്ത കാറ്റൊക്കെ കൊള്ളുമായിരുന്നേ. അപ്പോൾ ഞാൻ ചെന്ന് നോക്കിയപ്പം ചക്ക നന്നായിട്ട് ആറി തണുത്തിട്ടുണ്ടായിരുന്നു. തേങ്ങയൊക്കെ ഞാൻ നേരത്തെ ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നേ. അല്ലാതെ എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാമെന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും സമയം പോകുമല്ലോ. അത് കാരണം നേരത്തെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ഏകദേശം അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ വെന്ത ചക്കയിലേക്ക് തേങ്ങ ഇട്ടു. പിന്നെ ഏലക്കയാണ് ഇടുന്നത്. അപ്പോൾ ഏലക്ക ചെറുതായിട്ട് ചതച്ചിട്ടാണ് ഇടുന്നത്. അത് കഴിഞ്ഞിട്ട് നേരത്തെ ചിരണ്ടി വെച്ച് ശർക്കരയാണ് കൂട്ടത്തിലിട്ട്. ഒരുപാട് ശർക്കരയൊന്നും ഞാൻ ഇടുന്നില്ല. ഒരു കുറച്ച് ശർക്കര ഞാൻ ഇടുന്നുള്ളൂ. കാരണം ഒരുപാട് ശർക്കര ഇട്ട് ആ ശർക്കരയുടെ മധുരമായിരിക്കും മുന്നിൽ നിൽക്കുന്നത്. ചക്കയ്ക്ക് നല്ല മധുരം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ചക്കയുടെ ഒരു ഫ്ലേവർ മുന്നിൽ നിൽക്കാനായിട്ടാണ് ഞാൻ കുറച്ച് ശർക്കര ഇട്ടത്. പിന്നെ ചെറിയ അളവിൽ കുറച്ചൊരു ജീരകപ്പൊടിയും കൂടെ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ ജീരകം ഞാൻ നേരത്തെ പൊടിച്ച് വെച്ചിരുന്നതാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് അരിപ്പൊടിയാണ്. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം. ഒന്നുകിൽ അരിപ്പൊടി യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ റവയുണ്ടല്ലോ, റവയും അരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് ഉണ്ടാക്കാം. ഈ റവയും അരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്നത് ഭയങ്കര ടേസ്റ്റാട്ടോ. പക്ഷേ ഇപ്പോൾ എൻ്റെ കയ്യിൽ അരിപ്പൊടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, റവയില്ലായിരുന്നു. അപ്പോൾ ഞാൻ അരിപ്പൊടി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ മാവൊക്കെ ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോയപ്പം കുറച്ച് വഴനയില കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ വഴനയിലക്കകത്താണ് നമ്മൾ കുമ്പിളപ്പം ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താ ഈ ഇലയ്ക്ക് പറയുന്നത് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഞാൻ ഇലയൊക്കെ എടുത്ത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടാണ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. പക്ഷേ എന്നാലും ഞാൻ ഒന്നുകൂടെ അത് നന്നായിട്ടൊന്ന് കഴുകി ക്ലീൻ ചെയ്ത് വെക്കുകയാണേ. ചിലപ്പം ചില സമയത്ത് ഇലയിലൊക്കെ ചെറിയ പൂപ്പലോ ചെറിയ ചിലന്തി വല പോലെയൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ നന്നായിട്ടത് കഴുകി വെക്കുകയാണ്. ഞാൻ പേഴ്സണലി ആദ്യമായിട്ടാണ് കുമ്പിളപ്പം ഉണ്ടാക്കുന്നത്. നേരത്തെയൊക്കെ അമ്മയൊക്കെ ഉണ്ടാക്കി തന്ന് അത് കഴിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ അല്ലാത്ത ഫുഡൊക്കെ ഉണ്ടാക്കും. പക്ഷേ ഇതുപോലത്തെ നാടൻ സാധനങ്ങൾ, കുമ്പിളപ്പം, അച്ചാർ അങ്ങനെയൊന്നും ഞാനിതുവരെ ഉണ്ടാക്കി ട്രൈ ചെയ്തിട്ടില്ല. ഇതിപ്പോൾ എനിക്കൊരാഗ്രഹം തോന്നിയിട്ട് നാട്ടിൽ നിന്ന് അമ്മയോട് പറഞ്ഞ് ചക്കയൊക്കെ കൊണ്ടുവന്നിട്ട് ഞാനിങ്ങനെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിരുന്ന് വേവുന്ന ഗ്യാപ്പിൽ ഞാൻ ആ യൂസ് ചെയ്ത പാത്രങ്ങളൊക്കെ പതുക്കെ ഒന്ന് കഴുകി കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സമയം 8 മണി 8:30 എന്തോ ആകുന്നതേ ഉള്ളൂ. ഞാൻ ഇന്ന് നേരത്തെ എണീറ്റായിരുന്നേ. കാരണം ഇന്ന് ഞങ്ങൾക്കൊരു ഹൗസ് വാമിങ് ഒരു ഫംഗ്ഷൻ ഉണ്ട്.
കുമ്പിളപ്പത്തിന് നല്ല സ്മെല്ല് വരുന്നുണ്ട്. നമുക്ക് നോക്കാം അത് വെന്തോന്ന്. വേവാൻ ചാൻസ് ഇല്ല, കാരണം കുറച്ച് സമയമായിരുന്നു വെച്ചിട്ട്. പക്ഷെ നോക്കാം എന്തായെന്ന്. ഇത് കണ്ടോ, ആവി വരുന്നുണ്ട്. ഫോർക്കിട്ട് നോക്കാം നമുക്കത് വെന്തോ. ഏകദേശം വേവാറായി കേട്ടോ, പക്ഷെ ഏകദേശം വെന്തു. പക്ഷെ കുറച്ച് നേരം കൂടെ നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ അത് ശരിക്കും വെന്ത് കാണും. നമുക്ക് പോയി അത് ഓഫ് ചെയ്യാം. നന്നായിട്ട് പഠിക്കുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് സെറ്റ്. 9 മണിയാവുന്നു ഫുഡ് കഴിക്കാൻ. അപ്പോൾ ഞാനത് കഴിക്കുകയാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരുപാട് മധുരമില്ല, എന്നാൽ ചക്കയുടെയും ഏലക്കയുടെയും ഒക്കെ ഒരു ഫ്ലേവർ നന്നായിട്ട് വന്നിട്ടുമുണ്ട്. നല്ലതായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് വർക്ക് തീർക്കാറുണ്ടായിരുന്നു, ഞാനത് നോക്കി. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഹൗസ് വാമിങ് ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞങ്ങൾ 3 പേരൂടെ അങ്ങോട്ടേക്ക് ഇറങ്ങി. ഫ്ലാറ്റിനടുത്ത് തന്നെയുള്ളൊരു വീട്ടിലാണ് ഫംഗ്ഷൻ, അധികം ദൂരമൊന്നുമില്ല. പിന്നെ ഞാൻ അവിടെ ചെന്നിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. പിന്നെ അത്രയേ ഉള്ളൂ. നാളെ കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.